കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ശ്ലോകം 78 ചെയ്തു. സീതയുടെ മറുപടിയാണ് ശ്രീരാമനോട്. അതായത് സീത വരണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, നമ്മൾ സീതയുടെ മറുപടി ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം കൂടി പറയാം രാമ, അത് കേട്ടിട്ട് പോയാൽ മതി കാട്ടിലേക്ക്. എന്താ വെച്ചാൽ എത്രയോ അറിവുള്ളവർ പലതരത്തിൽ രാമായണ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കഥയിൽ സീതയെ കൂടാതെ രാമൻ വനത്തിലേക്ക് പോയതായിട്ട് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് രാമായണത്തിലാണോ ഒന്ന് കാണിച്ചു തരൂ എനിക്ക്, അല്ലെങ്കിൽ എന്നോട് പറയൂ. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ഒരുമിച്ച് വരിക തന്നെയാണ്, ഞാൻ എന്നും ഒരു സഹായമാവേ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അത് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇനി 79, 80, 81, 82 ഒരുമിച്ചാണ്. അപ്പം 4 നമുക്ക് വായിക്കാം. യദി ഗച്ഛസി മാം ത്യക്ത്വാ പ്രാണാംസ്ത്യക്ഷ്യാമി തേ ഘൃതഃ ഇതി തം നിശ്ചയം ജ്ഞാത്വാ സീതായാ രഘുനന്ദന അബ്രവീദ്ദേവി ഗച്ഛത്വം വനം ശീഘ്രം മയാ സഹ അരുന്ധത്यै പ്രയച്ഛാശു ഹാരാനാഭരണാനി ച ബ്രാഹ്മണേഭ്യോ ധനം സർവം ദത്വാ ഗച്ഛാമഹേ വനം ഇത്യുക്ത്വാ ലക്ഷ്മണേനാശു ദ്വിജാനാഹൂയ ഭക്തിദാ ദദൗ ഗവാം വൃന്ദശതം ധനാനി വസ്ത്രാണി ദിവ്യാനി വിഭൂഷണാനി കുടുംബവദ്ഭ്യ ശ്രുതശീലവദ്ഭ്യോ മുദാ ദ്വിജേഭ്യോ രഘുവംശകേതുഃ മാം ത്യക്ത്വാ ഗച്ഛസി യദി. അപ്പം സീതന്നെ പറഞ്ഞ കേട്ടോ, എന്നെ കൂടാതെ പോയെങ്കിൽ തേ അഗ്രതഃ പ്രാണാൻ ത്യക്ഷ്യാമി, അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രാണൻ കളയും. സീതായ ഇതീത്തം നിശ്ചയം ജ്ഞാത്വ രഘുനന്ദന. ഈ സീതയുടെ ഇപ്രകാരമുള്ള ഈ ഒരു നിശ്ചയം കണ്ടിട്ട് രാമൻ പറഞ്ഞു, ദേവി മയാസഹാത്വം ശീഘ്രം വനം ഗച്ഛ, എൻ്റെ കൂടെ വേഗം വനത്തിലേക്ക് വന്നോളൂ. ഹാരാനാഭരണാനീച്ച ആശു, ഈ മാലകളും ആഭരണങ്ങളും ഒക്കെ അരുന്ധതി പ്രയച്ഛ, അരുന്ധതിക്ക് കൊടുക്കൂ. വസിഷ്ഠൻ്റെ ഭാര്യയായിട്ടുള്ള പത്നിയായിട്ടുള്ള അരുന്ധതിക്ക് സർവ്വധനത്തെയും എല്ലാം കൊടുത്തിട്ട് വനം ഗച്ഛാമഹേ, നമുക്ക് വനത്തിലേക്ക് പോവാം. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തായാലും വരുന്നു പറഞ്ഞപ്പോൾ ശരി, എന്നാൽ നമുക്ക് വേഗം പോവുക. ഈ മാലയും ആഭരണങ്ങളും ഒക്കെ ഒരു രാജ്ഞിയുടെ ഉള്ള ഒരു ആഭരണം, അതൊക്കെ അരുന്ധതിയിൽ കൊടുത്തോളൂ വേഗം, എന്നിട്ട് നമുക്ക് പോവാം എന്ന് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ലക്ഷ്മണേന ആശു ഭക്തിത ദ്വിജാൻ ആഹൂയ, ലക്ഷ്മണൻ മുഖാന്തരം വേഗം ലക്ഷ്മണേന ആശു, ലക്ഷ്മണേനാച്ചാൽ ലക്ഷ്മണൻ മുഖാന്തരം വേഗം ഭക്തിപൂർവം ദ്വിജാനാഹൂയ, അതായത് ബ്രാഹ്മണരെ വിളിച്ചിട്ട് ഗവാം വൃന്ദശതം, പശുക്കളുടെ 100 പശുക്കളെ, വസ്ത്രങ്ങളെയും ദിവ്യാനി വിഭൂഷണാനി, അതായത് ബ്രാഹ്മണർക്ക് പശുക്കളെ കൊടുത്തു, ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ദാനം ചെയ്യാണ്. ആഭരണങ്ങളെയും രഘുവംശകേതുഹു, രഘുവംശ ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമൻ കുടുംബവദ്ഭ്യ, കുടുംബമുള്ളവരും ശ്രുതശീലവദ്ഭ്യ, വേദപണ്ഡിതന്മാർക്കും സദാചാര സ്വഭാവമുള്ളവർ, അതാണ് അതായത് ശ്രുതശീലവദ്ഭ്യ, നല്ല സജ്ജനങ്ങളായിട്ടുള്ള സജ്ജനങ്ങൾക്കും വേദപണ്ഡിതന്മാർക്കും ദ്വിജേഭ്യ, ബാക്കി ബ്രാഹ്മണർക്കൊക്കെ ആയിക്കൊണ്ട് മുദാ ദദൗ, സന്തോഷത്തോടു കൂടി ദാനം ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ എല്ലാറ്റിലും ഈ 4 പറഞ്ഞത് എന്താ വെച്ചാൽ, എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് വനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പം അങ്ങയുടെ മുമ്പിൽ വെച്ച് എൻ്റെ പ്രാണനെ കളയും. ഇത് സീതയുടെ ഈ കടുത്ത നിശ്ചയത്തിനെ അറിഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, സീതാദേവി
വേണ്ട, എന്നോട് ഒരുമിച്ച് വേഗത്തിൽ വനത്തിലേക്ക് വന്നോളൂ, വനത്തിലേക്ക് എൻ്റെ കൂടെ വന്നോളൂ. ആ കൈ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളൊക്കെ അരുന്ധതിക്ക് കൊടുത്തോളൂ. എന്നിട്ട് പറഞ്ഞു, ഹേ ലക്ഷ്മണ, നമ്മളും എല്ലാവർക്കും ദാനം ചെയ്യണം ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ട്, എല്ലാം ദാനം ചെയ്തിട്ട് വേണം നമുക്ക്, ബ്രാഹ്മണർക്കൊക്കെ ധാരാളം ദാനം നൽകിയിട്ട് വേണം നമുക്ക് പോവാനെന്ന് പറഞ്ഞിട്ട് വളരെ ഭക്തിയോടെ ലക്ഷ്മണനെ കൊണ്ട്, ലക്ഷ്മണൻ മുഖാന്തരം ലക്ഷ്മണേനാന്ന് പറഞ്ഞല്ലോ, ലക്ഷ്മണനെ കൊണ്ട് ബ്രാഹ്മണരെ വരുത്തി അനവധി പശുക്കളെയും വേറെ സാധനങ്ങളും വസ്ത്രങ്ങളും വളരെ ആഭരണങ്ങളും ഒക്കെ ഈ വേദപണ്ഡിതന്മാരായിട്ടുള്ളവർക്കും സജ്ജനങ്ങളായിട്ടുള്ളവർക്കും സൽസ്വഭാവികൾക്കും ഇങ്ങനത്തെ അനവധി ബ്രാഹ്മണന്മാർക്ക് ധാരാളം ദാനം നൽകി പോണേൻ്റെ മുമ്പേ. വേഗം കഴിഞ്ഞു സീതോല് സമ്മതിക്കൽ അല്ലേ. ഇനി 82 വരെ ഒന്നുകൂടി വായിച്ചിട്ട് നമുക്ക് 83 പോവാം. യതി ഗച്ഛസി മാം ത്യക്താ പ്രാണാം ത്യക്ഷ്യാമി തേ ഗ്രതഃ ഇതി തം നിശ്ചയം ജ്ഞാത്വാ സീതായാ രഘുനന്ദന അബ്രവീദ്ദേവി ഗച്ഛത്വം വനം ശീഘ്രം മയാ സഹ അരുന്ധത്यै പ്രയച്ഛാശു ഹാരാനാഭരണാനി ച ബ്രാഹ്മണേഭ്യോ ധനം സർവം ദത്വാ ഗച്ഛാമഹേ വനം ഇത്യുക്ത്വാ ലക്ഷ്മണേനാശു ദ്വിജാനാഹൂയ ഭക്തിതാ ദദൗ ഗവാം വൃന്ദശതം ധനാനി വസ്ത്രാണി ദിവ്യാനി വിഭൂഷണാനി കുടുംബവദ്ഭ്യ ശ്രുതശീലവദ്ഭ്യോ മുദാ ദ്വിജേഭ്യോ രഘുവംശകേതു. സന്തോഷത്തോടു കൂടി ദാനം ചെയ്തു അവർക്കൊക്കെ. ഇനി 83. അരുന്ധത്यै ദദൗ സീതാ മുഖ്യാന്യാഭരണാനി ച രാമോ മാതു സേവകേഭ്യോ ദദൗ ധനമനേകഥാ. സീത മുഖ്യാനി ആഭരണാനി ച അരുന്ധത്यै ദദൗ. മുഖ്യമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ അരുന്ധതിക്ക് കൊടുത്തു. ആര്? സീത ദാനം ചെയ്തു. രാമ മാതുഹു സേവകേഭ്യ അനേകഥാ ധനം ദദൗ. രാമൻ അമ്മയുടെ ദാസന്മാർക്ക് അല്ലെങ്കിൽ അമ്മയെ സേവിക്കുന്നവർക്ക് ധാരാളം തരത്തിലുള്ള ധനം ദാനം ചെയ്തു. ഇനി നമുക്കിത് കുറച്ചേ ഉള്ളൂ ഈ ഒരു സർഗേ. അപ്പോൾ എന്താണ്, സീത പറഞ്ഞ പോലെ തൻ്റെ ആഭരണങ്ങളൊക്കെ വസിഷ്ഠൻ്റെ പത്നിയായിട്ടുള്ള അരുന്ധതിക്ക് ദാനം ചെയ്തു. മാത്രമല്ല പോയി വരുന്നവരെയൊക്കെ അമ്മയെ ശുശ്രൂഷിക്കണമല്ലോ. അപ്പോൾ അമ്മമാരെ ശുശ്രൂഷിക്കുന്ന ഭൃത്യന്മാർക്കും ഭൃത്യകൾക്കും ഒക്കെ ധാരാളം ധനം അവർക്ക് പിന്നെ ശ്രീരാമൻ ഭഗവാൻ അതൊക്കെ നൽകി. പിന്നെയോ ധനമേ കഥ. ഇനി 84. ഇനി 84 അപ്പോൾ 84 വായിക്കാം. പിന്നെ കുറച്ച് ശ്ലോകം ഉള്ളൂ ഇനി ഈ സർഗത്തിൽ. സ്വകാന്ത പുരവാസിഭ്യ സേവകേഭ്യസ്തഥൈവ ച പൗരജാനപദേഭ്യശ്ച ബ്രാഹ്മണേഭ്യ സഹസ്രശഃ. സ്വകാന്തപുരവാസിഭ്യ, അതായത് തൻ്റെ അന്തഃപുരത്തിൽ വസിക്കുന്നവർക്കും, സ്വകം അന്തഃപുരം എന്നാണ്. സ്വകാന്ത അന്തഃപുരം, അതായത് തൻ്റെ സ്വകം അതാണ്, അതായത് തൻ്റെ അന്തഃപുരത്തിൽ വസിക്കുന്നവർക്കും, സേവകേഭ്യ അവിടുത്തെ സെർവൻസിന് ഭൃത്യന്മാർക്കും, പൗരജനാപദേഭ്യ പട്ടണത്തിലും ഗ്രാമത്തിലൊക്കെ വസിക്കുന്നവർക്കും, അതായത് ഈ സിറ്റിസൻസിനൊക്കെ അവിടുത്തെ പൗരജനങ്ങൾക്കൊക്കെ, ബ്രാഹ്മണേഭ്യ ച അതായത് ഇപ്പോൾ ഈ അയോധ്യ തന്നെ താമസിക്കണവർക്കല്ല, അയോധ്യയിൽ നിന്ന് വിട്ടിട്ട് ഗ്രാമങ്ങളിലൊക്കെ താമസിക്കണ ആൾക്കാർക്കും അവിടെയൊക്കെയുള്ള ബ്രാഹ്മണർക്കും ഒക്കെ സഹസ്രശ അനേകമായിട്ട് ദാനം ചെയ്തു. അതായത് ഇപ്പോൾ ഈ അയോധ്യയിലെ ആ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല കൊടുത്തുള്ളൂ, തൻ്റെ അന്തഃപുരത്തിലുള്ള സേവകന്മാർക്ക് ഭൃത്യന്മാർക്കൊക്കെ നല്ലോണം കൊടുത്തു. അതിന് പുറമെ അയോധ്യയിൽ താമസിക്കുന്നവർക്കൊക്കെ കൊടുത്തു. അതിന് പുറമെ കുറച്ചും കൂടിയും ഉള്ളിലായിട്ട് ഗ്രാമങ്ങളിലൊക്കെ വസിക്കണ പൗരജനങ്ങൾക്കും ബ്രാഹ്മണർക്കും ഒക്കെ ധാരാളം ധനം കൊടുക്കാൻ ഏർപ്പാടാക്കി. സ്വകാന്തപുരവാസിഭ്യ സേവകേഭ്യസ്തഥൈവ ച പൗരജാനപദേഭ്യശ്ച ബ്രാഹ്മണേഭ്യ സഹസ്രശഃ. അങ്ങനെ അനവധി ആൾക്ക് കൊടുത്തു. ഇനി 85. ലക്ഷ്മണോബി സുമിത്രാം തു
കൗസല്യായൈ സമർപ്പയത് ധനുഷ്പാണി സമാഗത്യ രാമസ്യാഗ്രേ വ്യവസ്ഥിതഃ. ലക്ഷ്മണ അപി ലക്ഷ്മണനും സുമിത്രാം തു കൗസല്യായൈ സമർപ്പയത് സുമിത്രയെ കൗസല്യയെ ഏൽപ്പിച്ചിട്ട് ലക്ഷ്മണോപി സുമിത്രാം തു കൗസല്യായൈ സമർപ്പയത് ധനുഷ്പാണി സമാഗത്യ രാമസ്യാഗ്രേ വ്യവസ്ഥിത. എന്താ അറിയോ, ലക്ഷ്മണനും സുമിത്രാം തു കൗസല്യായൈ സമർപ്പയത് സുമിത്രയെ കൗസല്യയെ ഏൽപ്പിച്ചു. അത് ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്കൊരു പോസ് വന്നു, അതുകൊണ്ടാണ് രണ്ടാമത്. ധനുഷ്പാണി സമാഗത്യ, അതായത് വില്ലും അമ്പും കയ്യിൽ ധരിച്ചും കൊണ്ട് രാമസ്യ അഗ്രേ വ്യവസ്ഥിത, വേഗം രാമൻ്റെ മുമ്പിൽ നിന്നു. ലക്ഷ്മണൻ വന്നോളൂന്നോ വരണ്ടാന്നോ ഒന്നും പറയാൻ ഇടന്നെ കൊടുത്തില്ല ലക്ഷ്മണൻ. നീ വരണ്ടാന്നോ വന്നോളൂ ഒന്നും പറയാൻ ഇട കൊടുത്തില്ല. എന്താ ചെയ്താൽ ലക്ഷ്മണൻ യാതൊരു സംശയവും ഉണ്ടായില്ല. സ്വന്തം അമ്മയായിട്ടുള്ള സുമിത്രയെ ശ്രീരാമൻ്റെ അമ്മയായിട്ടുള്ള കൗസല്യ ഇങ്ങോട്ട് ഏൽപ്പിച്ചു. എന്നിട്ടോ കയ്യിൽ അമ്പും വില്ലും ധരിച്ച് രാമൻ്റെ അടുത്തങ്ങോട്ട് വന്ന് നിന്നു. അതാണ് ലക്ഷ്മണൻ്റെ ഒരു സ്നേഹം അല്ലേ. ലക്ഷ്മണോപി സുമിത്രാം തു കൗസല്യായൈ സമർപ്പയത് ധനുഷ്പാണി സമാഗത്യ രാമസ്യാഗ്രേ വ്യവസ്ഥിതാഃ. ഇനി 86 ഒരു വരിയുള്ളൂ. രാമ സീതാലക്ഷ്മണശ്ച ജഗ്മു സർവേ നൃപാലയം. രാമൻ, സീത, ലക്ഷ്മണൻ ഇവരെല്ലാവരും ദശരഥ രാജാവിൻ്റെ രാജധാനിയിലേക്ക് പോയി യാത്ര പറയാൻ. ഇനി അതാണ് രാമ സീതാലക്ഷ്മണശ്ച ജഗ്മു പോയി എന്ന്. സർവേ എല്ലാവരും കൂടി നൃപാലയം വെച്ചാൽ ദശരഥൻ്റെ അന്തഃപുരത്തിലേക്ക്. ഇനി ഈ സർഗത്തിലത്തെ ഏറ്റവും അവസാനത്തെ ശ്ലോകം വായിക്കാം. ശ്രീരാമ സഹ സീതയാ നൃപപഥേ ഗച്ഛൻ ശനൈ സാനുജ പൗരാൻ ജാനപദാൻ കുതൂഹലദൃശ സാനന്ദമുദ്വീക്ഷയൻ ശ്യാമകാമസഹസ്രസുന്ദരവപു കാന്ത്യാദിശോഭാസയൻ പാദന്യാസപവിത്രിതാഖില ജഗദ് പ്രാപാലയം തത്പിതു. നൃപപഥേ ശനൈഹി ഗച്ഛൻ, അതായത് ഈ രാജമാർഗം പാത, നല്ല രാജപാത ഉണ്ടാവും, രാജവീഥി. ആ രാജവീഥിയിൽ പതുക്കെ സഞ്ചരിക്കുന്നവനും ശനൈഹി ഗച്ഛൻ, ശനൈ എന്ന് പറഞ്ഞാൽ പതുക്കെ, കുതൂഹല ദൃശ. അപ്പം എന്താ, ആരാണ് വളരെ കൗതുകത്തോടു കൂടി നോക്കുന്ന? ആര്? പൗരാൻ ജാനപദാൻ, ആ പട്ടണത്തിലത്തെ പൗരജനങ്ങൾ മുഴുവൻ വളരെ കൗതുകത്തോടു കൂടി നോക്കുകയാണ്. പതുക്കെ പതുക്കെ അച്ഛൻ്റെ അന്തഃപുരത്തിലേക്ക് നടന്ന് നീങ്ങുന്ന രാമനെ, അതായത് രാജവീഥിയിൽ കൂടി അച്ഛൻ്റെ അന്തഃപുരത്തിലേക്ക് പതുക്കെ പതുക്കെ നടന്ന് നീങ്ങുന്ന ശ്രീരാമനെ ഈ പൗരജനങ്ങൾ മുഴുവൻ ഉറ്റു നോക്കുകയാണ്. സാനന്ദം ഉദീക്ഷയൻ, ആനന്ദത്തോടു കൂടി നോക്കുന്നവനും ശ്യാമഹ, ശ്യാമളവർണ്ണനും. അപ്പം ആ ജനങ്ങളെ അങ്ങോട്ട് നോക്കുകയാണ് ആനന്ദത്തോടുകൂടി. ജനങ്ങൾ ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കണ്ട ശ്രീരാമൻ പതുക്കെ നടക്കണതേ, അല്ലെങ്കിൽ രഥത്തിൽ പോവുക എന്തായാലും. അപ്പം അങ്ങടെ ആനന്ദത്തോടു കൂടെ നോക്കുന്നവനും ആരാ? ശ്രീരാമൻ. ശ്യാമഹ, ശ്യാമള നിറത്തോടു കൂടിയവനും കാമസഹസ്ര സുന്ദര വപു, അതായത് 1000 കാമദേവന്മാരെ പോലെ 1000 കാമദേവന്മാരുടെ സൗന്ദര്യം മുഴുവൻ ഒത്തുചേർന്നാൽ എത്ര സൗന്ദര്യമുണ്ടോ അത്ര സൗന്ദര്യമുള്ള ശരീരത്തോടു കൂടി ശ്രീരാമനെ 1000 കാമദേവന്മാരുടെ സൗന്ദര്യം മുഴുവൻ എടുത്തൊരാളിൽ വെച്ചാൽ എന്തിരിക്കും? അത്ര സൗന്ദര്യത്തോടു കൂടി. അതാണ് കാമസഹസ്ര സുന്ദര വപു എന്ന് പറഞ്ഞില്ലേ. പിന്നെയോ അത്ര ഭംഗിയോടുകൂടിയവനും കാന്ത്യ ദിശഃ ഭാസയൻ, അതായത് ഇങ്ങനെ പ്രകാശിച്ച് ദിക്കുകളെ, അതായത് 4 ദിക്കിനെയും കൂടി പ്രകാശമാനമാക്കുന്നു ഭഗവാന്റെ പ്രകാശം. അതായത് ശ്രീരാമദേവൻ്റെ ആ പ്രകാശം കൊണ്ട്, അല്ലെങ്കിൽ ആ കാന്തി കൊണ്ട് ദിക്കുകളൊക്കെ 4 ദിക്കുകളും 4 ദിക്കല്ല 10 ദിക്കുകളും എന്ന് പറയണം. കാരണം 4 ദിക്കും 4 കോണും മുകളിലും താഴ്ത്തുന്നതാണല്ലോ. അപ്പോൾ 10 ദിക്കുകളും പ്രകാശമാനമായി കാണപ്പെട്ടു. ആരെ? ശ്രീരാമൻ്റെ ആ കാന്തി കൊണ്ട്
സ്വയം തൻ്റെ കാന്തി കൊണ്ട് 10 ദിക്കുകളെയും ഒരുപോലെ പ്രശോഭിപ്പിക്കുന്നവനും പാദന്യാസ പവിത്രിതാഖില ജഗൽ തൻ്റെ പങ്കജങ്ങളെ കൊണ്ട് പരിശുദ്ധമാക്കി തീർത്ത സകല ലോകങ്ങളോടും കൂടിയവനുമായ, അതായത് ശ്രീരാമൻ്റെ പദ്മങ്ങൾ തൊടുമ്പോൾ ലോകം മുഴുവന് ശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനത്തെ പാദപത്മങ്ങളോട് കൂടിയവനായ ശ്രീരാമൻ സീതയാ സഹ സാനുജ, സീതയോടും അനുജനോടും കൂടി തൽപിതു ആലയം, തൻ്റെ അച്ഛൻ്റെ ആലയത്തെ മീൻസ് അച്ഛൻ്റെ രാജധാനിയെ പ്രാപിച്ചു. അതാണ്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ അവസാനം അച്ഛനോട് യാത്ര പറയാനായിട്ട് പോകുന്ന ശ്രീരാമൻ്റെ ഒരു വർണ്ണനാണ്. എന്താണ്? ശ്യാമള വർണ്ണനും 1000 കാമദേവന്മാരുടെ സൗന്ദര്യത്തിന് തുല്യമായ സൗന്ദര്യം, ശരീരകാന്തി കൊണ്ട് ദിക്കുകളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനും പാദപങ്കജങ്ങളുടെ സ്പർശം നിമിത്തം സകല ലോകത്തെയും പരിശുദ്ധമാക്കുന്നവനും കൗതുകത്തോടെ നോക്കുന്ന ഈ പൗരജനങ്ങളെ, അതായത് ശ്രീരാമനെ ഇങ്ങോട്ട് കൗതുകത്തോടെ നോക്കുന്ന പൗരജനങ്ങളെ വളരെ ആനന്ദത്തോടു കൂടി കടാക്ഷിക്കുന്നവരും അവരുടെ ദുഃഖത്തിനൊക്കെ തീർക്കുന്ന പോലെയുള്ള കടാക്ഷം ആയ ശ്രീരാമൻ സീതാ ലക്ഷ്മണ സഹിതനായിട്ട് ഈ രാജവീഥിയിൽ കൂടി പതുക്കെ പതുക്കെ സഞ്ചരിച്ചുകൊണ്ട് പിതാവിൻ്റെ രാജധാനിയിൽ എത്തി എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 87 വായിച്ചാൽ ഈ സർഗം കഴിഞ്ഞു ഇവിടെ. ശ്രീരാമ സഹ സീതയാ നൃപപഥേ ഗച്ഛൻ ശനൈ സാനുജ പൗരാൻ ജാനപദാൻ കുതൂഹലദൃശ സാനന്ദമുദ്വീക്ഷയൻ ശ്യാമകാമസഹസ്രസുന്ദരവപു കാന്ത്യാദിശോഭാസയൻ പാദന്യാസപവിത്രിതാഖില ജഗൽ പ്രാപാലയം തത്പിതു. ഇതി ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡേ ചതുർത്ഥ സർഗ. അപ്പം നമ്മൾ 4ാമത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ കുറച്ച് ഈ എഴുത്തച്ഛൻ പറയണത് വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം എന്താണ് പറയണമെന്ന്. സീത പറയണത് അത് നല്ല രസമാണ് കേട്ടോ. അത് എന്താണ് നീ വരണ്ടെന്നൊക്കെ പറയൂലോ. അപ്പോൾ ഈ വനത്തിൽ ഭയങ്കര ഘോരസിംഹവ്യാഘ്ര സൂകര സൈരിഭ വാരണ വ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. പിന്നെ അവിടെ കണ്ണി കണ്ട കിഴങ്ങും ഒരു കൂട്ടം ഫ്രൂട്ട്സ് ഫലങ്ങളുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ കഴിയുമ്പോൾ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കുമറികടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാലതിനുടനില്ലൊരു സംശയം. ഞാൻ വേഗം 14 കൊല്ലം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞപ്പോൾ എന്താ സീത അങ്ങോട്ട് പറഞ്ഞതെന്ന് നല്ല രസമായിട്ട്, നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ലാതെയാനിധേ, പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ, നിന്നുടെ സന്നിധൗ സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപമം. അങ്ങയുടെ ഉച്ഛിഷ്ടം എനിക്ക് അമൃതാണെന്ന് അല്ലേ. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും
പുഷ്പാസ്തരണ തുല്യങ്ങളെനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടൊല. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. ഇവന് ജ്യോതിഷ് പറഞ്ഞത് പറയണത്, കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയം ഇല്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നിയുമൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലവും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. ഇതിൽ കുറച്ചും കൂടി വിസ്തരിച്ച് പറയേണ്ട എഴുത്തസൻട്ടോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. പാണിഗ്രഹണത്തിൻ്റെ സമയത്തുള്ള മന്ത്രത്തിൽ പറയുന്നുണ്ട് പ്രാണാവസാനം വരെ പിരിയരുതെന്നേ. എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിന്തിരുവടി തന്നാണേ. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമെന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്യുക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമുര മരുൾ ചെയ്ത നേരം ദ്വിജേ